നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണ ഗോപാലൻ. 1201 ചിങ്ങമാസം പുതിയ വർഷം ആരംഭിക്കുകയാണ്. 2025 ആഗസ്റ്റ് മാസം 17-ാം തീയതി രാത്രി വെളുപ്പിന് 1:52 രവി സംക്രമം സൂര്യസംക്രമം വരെ 2026 ആഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരു വർഷ ഫലത്തെയാണ് ഞാൻ പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം പൊതുവെ വളരെ നല്ലതാണ്. കാരണം ശനി 11 നിൽക്കുന്ന കാലഘട്ടമാണ്. വേഴൻ വരുന്ന 2026 ജൂൺ മാസം വരെ നമുക്ക് 2 നിൽക്കുന്ന സമയം. അത് കഴിഞ്ഞ ഒരു കൊല്ലം 3-ലാണ്. അത് ദോഷമാണ്. രാഹു 10 നിൽക്കുന്ന കാലഘട്ടം. അപ്പൊ ശനി 11-ലും വേഴൻ 2-ലും ഒക്കെ നിൽക്കുന്ന കാലം ഒരു വ്യക്തി ജീവിതത്തിൽ പരമാവധി എല്ലാ ഐശ്വര്യങ്ങളും ഇപ്പൊ വേഴ ശനി മുതലായ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിഗതികൾ നമ്മളെ പുതിയ വർഷത്തെ അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ശനി 11 നിന്നാണ് നമുക്ക് ആരോഗ്യവർദ്ധന, നിർവമാനം, രാജാവിന്റെ പ്രീതി, അധികാരികളുടെ പ്രീതി, ധനസമാധാനം, ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും. കിട്ടാതെ കിടക്കണ പണവും കാര്യമൊക്കെ കിട്ടും. പഠിക്കണ പിള്ളേർക്ക് സ്കോളർഷിപ്പൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ വലിയ പണം ചെലവാക്കി നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി പോകണ്ട. ഒരു പൈസയും ചെലവാക്കാതെ നമ്മളെ നാട്ടിൽ തന്നെ പഠിച്ച് മിടുക്കരായിട്ട് ജയിച്ച് ജോലിയൊക്കെ നേടാൻ പറ്റുന്ന അവസരമാണ്. അങ്ങനെ എല്ലാ വിദ്യയ്ക്കും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയവും നേട്ടവും കിട്ടും. എല്ലാ കാര്യത്തിനും വിജയം. നമ്മൾ ഏത് തൊഴിലിനും വ്യാപാരം, പ്രവൃത്തി, ബിസിനസ്, എന്ത് കാര്യത്തിന് പോയാലും അതിലൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചം കിട്ടും. എല്ലാ കാര്യത്തിനും വിജയം. അതേപോലെ സന്താന ലാഭാദിയും വാഴും. സന്താനങ്ങൾക്ക് ഐശ്വര്യവും അപൂർവത്തെയും പുരോഗതിയൊക്കെ കിട്ടും. അത് വേഴഗ്രഹം 2 സഞ്ചരിക്കുന്ന സമയവും വിദ്യ, കുടുംബം, ധനം, ഇതാണ് ജ്യോതിഷത്തിന്റെ. അപ്പൊ ഏത് വിദ്യ പഠിക്കാൻ പോയാലും പഠിപ്പിക്കാൻ പോയാലും അതിലൊക്കെ നല്ല വിജയം കിട്ടും. വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭം ഉണ്ടാവും. അതേപോലെ അഭിമാനവും അനേക ഗുണങ്ങളും ഉത്കൃഷ്ട സ്ഥാനമാനങ്ങളും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങളും അതേപോലെ വലിയ കഴിവുകളും കാര്യങ്ങളും പ്രവർത്തനം പിങ്കള മൂർത്തദക്ഷിണവും ബൃഹസ്പതി ശ്രേഷ്ഠമതി സഭാത്മക എന്നാണ് വേദത്തിനെ കുറിച്ച് പറയുന്നത്. പ്രകടനം നല്ല ആരോഗ്യ സൗന്ദര്യമൊക്കെ ഉണ്ട്. പിങ്കള നല്ല ശരീരകാന്തി, പിങ്കള നിറം, നല്ല ഈ ശോഭിക്കുന്ന ആരോഗ്യവും സൗന്ദര്യമുള്ള ശരീരങ്ങളുണ്ടാവും. അത് നമുക്ക് എപ്പോഴും കിട്ടൂല ആരോഗ്യവും സൗന്ദര്യവും. അങ്ങനെയുണ്ട് കാര്യം. അങ്ങനെ ബൃഹസ്പതിനെ പരിഷ്കൃതമായ ശാസ്ത്രാഭ്യാസം കൊണ്ട് ഉന്നതി, ധർമ്മകാര്യാദികൾ ആസക്തിയും ബുദ്ധിയും ഉള്ള ആളായിരിക്കും. അപ്പൊ ശ്രേഷ്ഠമതി. എല്ലാ കാര്യങ്ങളും നിപുണതയോടുകൂടി ചെറിയ കാര്യങ്ങളെപ്പോലും ഊഹാപോഹങ്ങളെ കൊണ്ട് നിർണയിച്ച് പ്രവർത്തിച്ച് കാര്യം നേടുന്ന കഴിവാണ് ഈ ശ്രേഷ്ഠമതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ കുടുംബത്തിന് നമ്മളെ കൊണ്ടും നമുക്ക് ബന്ധുക്കൾക്കെല്ലാം നല്ലത് ചെയ്യാനുള്ള മനസ്സുകൊണ്ടും നമ്മളും കുടുംബക്കാരും ദേവന്മാരും നന്നാവുന്ന ഘട്ടമാണ്. കാരണം വേഗം 2 നിൽക്കുമ്പോൾ ഈശ്വര ഭക്തി കൂടും. അമ്പലങ്ങളും ആശ്രമങ്ങളും അത് നവീകരിക്കാനും പുനരുദ്ധരിക്കാനും അവിടെയൊക്കെ ചെന്ന് അവരുടെ സഹായം, നമ്മളെ സഹായം അവർക്ക് കിട്ടാനും നമ്മുടെ സഹായങ്ങളെ കൊണ്ട് പലവർക്കും ഗുണങ്ങൾ കിട്ടാനും യോഗമുണ്ട്. മതപരമായിട്ടുള്ള പ്രാർത്ഥനകള്, നേർച്ചകള്, പൂജകളൊക്കെ നടത്താനുള്ള പുണ്യവും നമുക്കുണ്ടാകുന്ന സമയമാണ്. ഇതിനെല്ലാം കൊണ്ടും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സർവ നേട്ടങ്ങളും കിട്ടാൻ സാധ്യതയുള്ള ഘട്ടമാണ്. ഈശ്വരാനുഗ്രഹം വേണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാം. ഒരുപാട് വിദ്യകളും കഴിവുകളും ഉള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലവരും രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അവർ അധ്വാനിക്കാത്തത് കൊണ്ടല്ല, പരിശ്രമിക്കാത്തത് കൊണ്ടല്ല. പക്ഷെ ചിലവർ ജീവിതകാലം മൊത്തം പരിശ്രമിച്ചിട്ടും പരാജയം പോലെ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എങ്ങനെ പറ്റുന്നു? ഭാഗ്യക്കുറവുണ്ട്. അതുകൊണ്ടൊരു ഡോക്ടറാ, എഞ്ചിനീയറാ, വക്കീലാ, ജോലിക്കാരനാ, ബിസിനസ്സുകാരനാ, രാഷ്ട്രീയക്കാരനാ, ആരോ ആയിക്കോട്ടെ, ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതൊരു
വ്യക്തിയെ സംബന്ധിച്ച് നോക്കണം, ബിസിനസ്സുകാരനായിരുന്നാലും രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ആരായിരുന്നാലും ദൈവികമുള്ളവരാണ് ഏറ്റവും ടോപ്പിൽ ജീവിക്കുന്നവർ എത്തുന്നത്. ദൈവാനുഗ്രഹം ഇല്ലാത്ത പല ആൾക്കാരെയും നമ്മുടെ നാട്ടിൽ കാണാം. പല യുക്തിവാദികളെ എടുത്ത അവർക്ക് എത്ര നേട്ടങ്ങൾ ഉണ്ടായിട്ട് അവരെ കൊണ്ട് യുക്തിവാദം കൊണ്ട് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്ര വ്യക്തി ജീവിതങ്ങൾ നല്ലതായിട്ടുണ്ട്. അവർക്ക് പോലും നല്ലത് വന്നിട്ടില്ല, പിന്നെയല്ലേ നാട്ടിനും നാട്ടുകാർക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളെ മനസ്സിൽ വെച്ച് ആരൊക്കെ മെച്ചം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയാണ്. വേറെ കുറ്റപ്പെടുത്തലെന്ന് വിചാരിക്കരുത് ഒരിക്കലും. അത് നമുക്ക് നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിക്കാം. ശനി 11 നിൽക്കുന്ന സമയമായതുകൊണ്ടും വേഗം കണ്ടു നിൽക്കുന്ന സമയം കൊണ്ടും നിങ്ങൾക്ക് എല്ലാ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ തുറന്നു കിട്ടി എല്ലാ കാര്യത്തിനും വിജയവും ശരീരസുഖവും മനസുഖവും ഭക്തി ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടാകും. രാഹു 10 സഞ്ചരിക്കുന്ന സമയം. രാഹു 10 നിൽക്കുമ്പോ പാവേ കർമ്മഗതേതു കർമ്മവിഗത് ദുഷ്കീർത്തിരാക്ഷതർ ആജ്ഞാലംബനയോർ വിനാശനമഭി യാജ്ഞാനൊരു പോഷണോ എന്നാണ്. അപ്പൊ രാഹു 10 നിൽക്കുന്ന കർമ്മഗതേതു കർമ്മ വിഗത്. നമ്മൾ പോകുന്ന കാര്യാദികൾ നമുക്ക് താല്പര്യമില്ലാതെ, മെച്ചമില്ല, നേട്ടമില്ലാതെ തോന്നും. നല്ല ജോലിയായിരുന്നാൽ പോലും അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വേറെ ജോലിയുടെ പുറകെ പോകണമെന്ന് തോന്നും. നാട്ടിലൊരു നല്ല ബിസിനസ് ജോലി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വിദേശത്ത് പോകണമെന്ന് തോന്നും. വിദേശത്ത് പോകണ തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെ നല്ല ജോലി പൈസയൊക്കെ കിട്ടും, അവിടെ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെ പോകുന്ന സ്ഥലത്ത് നമുക്ക് നിലനിൽപ്പ് കിട്ടുമെന്നൊക്കെ ഒന്ന് നോക്കണം. അത് നേരിട്ടും നോക്കണം, ജാതകമൊക്കെ നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജാതകം പരിശോധിച്ച് നോക്കി നല്ല സമയമാണെങ്കിൽ നമ്മൾ ഇവിടെ ചെന്നാൽ രക്ഷപ്പെടും. ദോഷ സമയമാണെങ്കിൽ ഈ വേഴം നല്ല സ്ഥാനത്ത് നിന്ന് ശനി ലാഭസ്ഥാനത്ത് നിന്ന് ഭയങ്കര പാറ്റും കിട്ടുമെന്നൊക്കെ ജോത്സ്യര് പറഞ്ഞെങ്കിലും കുഴപ്പമില്ലെന്ന് വിഷമിക്കാതിരിക്കാനാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജോലി തെറിക്കാതെ സൂക്ഷിക്കും. ഉള്ള പ്രവൃത്തിയിൽ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് അത് നമുക്ക് പ്രയത്നിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പരിശ്രമം നടത്തുക, വലിയ നേട്ടങ്ങൾ എടുക്കുക. രാഹു നിൽക്കുമ്പോൾ അധികാരികളുടെ വിരോധം, അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത പരിപാടികളൊന്നും ചെയ്യരുത്. പിന്നെ നമ്മൾ എന്ത് കാര്യം നടത്തിയാലും നമ്മൾ എന്തെങ്കിലും കുറ്റക്കാരനാണ്, കുഴപ്പക്കാരനാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നമ്മളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, പാമ്പിനെ കണ്ടടിച്ചു കൊല്ലാൻ നിൽക്കുന്നത് പോലെ. അപ്പൊ അതേപോലെ ഒരുപാട് ശത്രുക്കളും വിരോധികളും ഉണ്ട്. ജോലിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഇത് ജോലി തടസ്സം മാറാനും ഐശ്വര്യ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ എന്ത് വേണം, നാഗർക്ക് വഴിപാട് പൂജ ഇതൊക്കെ ചെയ്യണം. മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ, കാലഭൈരവ സ്വാമിക്ക് അഭിഷേകങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ്. കാരണം കാലസ്ഥ രാഹു ഗുരുഹസ്ഥ മൃത്യു വിവാദകസ്യ യമകണ്ഠ കോപി. കാലനാണ് രാഹു എന്നാണ്. അപ്പൊ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് മാസം തോറും ഞങ്ങളുടെ അമ്പലത്തില് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് മരാജ പൂജ, 5 മണിക്ക് വജ്രാല പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, ഇളവം, കുങ്കുമം ഒക്കെ വിശിഷ്ടമായ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുള്ള കലശാഭിഷേകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ നല്ലതാണ്. കാരണം കാലഭൈരവന്റെ പ്രതിഷ്ഠ ഭാരതത്തില് ധാരാളം ഉണ്ടെങ്കിൽ ഈ 10 കൈകളോട് കൂടിയ ശിവന്റെ സമസ്ത പാവങ്ങളും സഹസ്രനാമത്തിൽ പറയുന്ന 1000 പാവങ്ങളും ധ്യാനമൂല മന്ത്രങ്ങൾ, അഷ്ടഭൈരവന്മാരും 64 കലകളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള താന്ത്രികവും മാന്ത്രികവും കൗളാചാരത്തിൽ പെടുന്നതുമായിരിക്കുന്ന വിശിഷ്ട പൂജാ കർമാദികളാണ്. അപ്പൊ അങ്ങനെ നമുക്കതിൽ പങ്കെടുക്കണം നല്ലതാണ്. കുടുംബക്ഷേത്രത്തിൽ ഭജിക്കുന്നത് നല്ലതാണ്. നാഗർക്ക് നാഗരാജ, നാഗയക്ഷി, നാഗന്യ സപ്തദേവതർക്ക് വഴിപാട് നടത്തുന്നത് ഉള്ള ജോലി കളയാതിരിക്കാൻ. നല്ല ജോലി കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. അപ്പൊ നല്ല ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കിട്ടിയതിന് ശേഷം മാത്രം പഴയ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മതി. അല്ലാതെ ഒന്ന് കളഞ്ഞിട്ട് മറ്റത് ഇപ്പൊ എനിക്ക് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ചാടി കളഞ്ഞാൽ ഈ വലിയ ഭാഗ്യം കിട്ടേണ്ടുന്ന അവസരത്തിൽ ഒന്നും ഇല്ലാത്ത ഒരാളിനെ പോലെ കരുതാനും ഏതെങ്കിലും മതിയെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നോക്കി ശ്രദ്ധിച്ച്
പരമാവധി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിച്ച സമൂഹത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ 2026 ജൂൺ മാസം മുതൽ വേഗഗ്രഹം നിങ്ങൾക്ക് ഇടവക്കൂറുകാർക്ക് 2-ൽ നിന്ന് 3-ലേക്ക് വരുന്ന സമയം നമുക്ക് ഇത്തിരി ദോഷമാണ്. അവിടെ കലഹം, വിരോധ, ശത്രുത, മക്കളുമായിട്ടും സഹോദരങ്ങളായിട്ടും ഒക്കെ ഉള്ള കലഹങ്ങൾ, വിരോധങ്ങൾ, ബന്ധുവഴി മരണ ദുഃഖങ്ങൾ, അപകടങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, വിശ്വാസവഞ്ചന, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകണം. അപ്പൊ ഈ വർഷാവസാനമുള്ള കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല. ഈ വർഷം നമുക്ക് 3/4 ഭാഗം വരെ നല്ലതാണ്. നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.